ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ബിഗ് ബോസിന്റെ പോക്കും ചെയ്ത്തുകളും കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിട്ടൊക്കെയാണ് പല സമയത്ത് ഇതിന്റെ അപ്ഡേഷൻ വരുന്ന സമയത്തൊക്കെ ചില എവിക്ഷൻസ് ഒക്കെ കാണുമ്പോൾ അൺഫെയർ ആണെന്ന് തോന്നിയിട്ട് തന്നെ കൊണ്ട് ഞാനത് ചില വീഡിയോസൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്, മുഴുവനായിട്ടല്ല എങ്കിലും. ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നൊരു അപ്ഡേഷനാണ്. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഇത് എന്താ നടക്കുന്നത് തോന്നിപ്പോയി. നമ്മുടെ ജിസേൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയി എന്നുള്ള കാര്യമാണ്. ഈ പുള്ളി പിന്നെ നമ്മുടെ ഒനിയിലും എവിക്റ്റഡ് ആയെന്നൊക്കെ പറയുന്നു. ഇനി എന്തായാലും ജിസേൽ ഇപ്പം എവിക്റ്റഡ് ആയെന്നുള്ള കാര്യം പറയുന്നു. എന്താ ഇതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ റീസൺ? ഈ പുള്ളിക്കാരത്തി അവിടെ നന്നായിട്ട് കളിച്ചു വന്നിരുന്നു. അവർ ഹിന്ദി ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നവരാണ്. അതിൽ നിന്ന് ഇപ്പോൾ മലയാളം ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് വന്നവരാണ്. പക്ഷേ ഇവർ എവിക്റ്റഡ് ആയെന്ന് കേട്ട സമയത്ത് ആക്ച്വലി ഇത് എന്താണ് ഈ മലയാള ബിഗ് ബോസിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജേട്ടന്റെ ചാനലിൽ ഇതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എവിക്ഷൻ അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ ആണ് ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അവോയ്ഡ് ചെയ്ത കാലമുള്ള ഞാൻ അത് ഡയറക്റ്റ് നമ്മൾ അറിഞ്ഞ ഒരു എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കെന്നും വളരെ ജെന്യൂനായിട്ട് തരുന്ന ഒരു അവിടെ നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ ഇതുവരെയ്ക്കും തന്നെ തെറ്റിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് തെറ്റിയിട്ടില്ല. ജിസൈൽ ഔട്ടായി എന്നാ പറയുന്നത്. അതായത് നമ്മൾ കണ്ടു ഒനിയിൽ ഔട്ടായി, അത് പക്കയാണ്. ഇപ്പൊ നമ്മൾ അറിയുന്നു ജിസേൽ ടക്രാൽ ഔട്ടായി എന്നൊരു ഞെട്ടിക്കും. അപ്പോൾ ഇത് രാജേട്ടൻ്റെ രാജ് ടോക്സിൻ്റെ അകത്ത് ഒന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുറെ കാലം കൊണ്ട് ഇതുപോലത്തെ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്നതിലൊന്നും തെറ്റുപറ്റിയിട്ടില്ല. അതായത് 99% ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ ഒരു കാര്യം. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇതിനകത്ത് സാബുമാനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ജിസേലിനെ പോലുള്ള നമ്മുടെ ജിഷിനെ പോലുള്ള ആൾക്കാർ, അഭിലാഷിനെ പോലുള്ള ആൾക്കാർ, അതുപോലത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റേ സീരിയൽ ആക്ട്രസ് ഉണ്ടല്ലോ പുള്ളിക്കാരത്തി, അവരുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല, വിമ്മിയോ അവരും അവരുടെ ഹസ്ബൻഡൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയെന്നറിയത്തില്ല. എനിവേ അവർക്ക് കുറച്ച് ഡേ അവിടെ നിൽക്കുന്ന സംഭവം എന്തുവാടെ ഈ സീസൺ കൊണ്ടുപോകുന്നത്. ഞാനും അനുമോൾ ഫാനാണ്, ബട്ട് ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായി. വെരി അൺഫെയർ എവിക്ഷൻ, ജിസേൽ ഗുഡ് ഗെയിമറാണ്. സീരിയസ്ലി എന്താ സംഭവം? ജിസേലൊക്കെ പുറത്തേക്ക് പോകുന്നുള്ളൂ. ഞാൻ അനുമോൾ ഫാനാണ്, ബട്ട് ജിസേൽ പോകേണ്ടിരുന്നു. ആര്യൻ, ജിസേൽ ആൻഡ് അനു ഒക്കെ നല്ല ബോണ്ടായി വരുമായിരുന്നു. സാബുമോനൊക്കെ ഉള്ളപ്പോൾ ഇത്രയും സ്ട്രോങ് പ്ലേയേഴ്സൊക്കെ പോയി എന്നത് പറഞ്ഞാൽ സത്യം എല്ലാവരും ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ സാബുമാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ പോലും ലാലേട്ടൻ സമയമെടുക്കും, കുറച്ചുകൂടെ സമയമെടുത്ത് എന്ന് പറയുമ്പോൾ 60 ദിവസം ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ദിവസങ്ങളിലും കളിക്കാത്ത ഒരാൾ ഇനി എന്തെടുത്ത് മലമറിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ജിസേൽ 4 വീക്ക് ഔട്ടായിട്ട് കണ്ടില്ലായിരുന്നു. ആ പ്ലേസിൽ ആരും കയറി വന്നു, അതുകൊണ്ട് ഡൗൺ ആയി. ഞാനും അനുമോൾ ഫാനാണ്. ഇതെന്തിനാ എല്ലാവരും ഞാനും അനുമോൾ ഫാനാണെന്നൊക്കെ പറയുന്നത്? ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ ജിസേൽ അവസാനം വരെ ഉണ്ടെങ്കിലേ ബി കാണാൻ രസം ഉണ്ടായിരുന്നുള്ളൂ. ജിസേൽ പോയി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതുവരെ അനുമോളുടെ PR ആണ് സാബുമോനെ സേവ് ആക്കിയത് എന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അനുമോളുടെ PR ആണ് സാബുമാനെ സേവ് ആക്കിയെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തവണ അനുമോൾ നോമിനേഷൻ ഉള്ളത് കൊണ്ട് എന്തായാലും PR മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ അവരുടെ PR ആണ് സാബുമോനെ സേവ് ആക്കിയത്. പകരം ജിസേൽ ഔട്ടായത് അൺഫെയർ ആണ്. എന്തൊക്കെയൊക്കെ കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചില ഗ്രൂപ്പുകളുടെ അകത്തുള്ള ഇവരുടെയൊക്കെ ഡിസ്കഷൻസും വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തുവന്നതിനകത്ത് ഇന്ന വ്യക്തിയെ പുറത്താക്കാൻ ഇന്ന സംഭവങ്ങൾ ചെയ്തു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്തൊക്കെ പല ആൾക്കാരും ഇന്ന വ്യക്തിയെ പുറത്താക്കാൻ ആ ആളിന് വോട്ട് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എവിക്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണം, ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കൊണവണാന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടി നല്ല രീതിയിലുള്ള ഈ ഫാൻ ഫൈറ്റ് ടീമുകളുണ്ടല്ലോ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ടീമുകൾ, അവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്ന് കളിച്ച കളിയുടെ ഭാഗമായിട്ടൊക്കെയാണ് സംഭവിക്കുന്നത്. ജിസേൽ പുറത്ത് പോയാൽ ജിസേലിൻ്റെ വോട്ട് ആര്യന് പോകും. ആര്യൻ്റെ അമ്മ പറഞ്ഞത് ആര്യൻ ടോപ്പ് 5 വരും, നോക്കിക്കോ എന്ന് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞു. പക്ഷേ ജിസേലിനെ പുറത്താക്കിയത് കൊണ്ട് വേണോ ആര്യനെ ടോപ്പ് 5 വരുത്താൻ? എല്ലാവരും പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. മുണ്ടക്കൽ ശേഖരമില്ലാതെ എന്ത് മംഗലശ്ശേരി നീരാണ്, ജിസേൽ ഇല്ലാതെ അനുമോൾ, ബട്ട് ജിസേൽ എവിക്റ്റ് ആയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഇതിനെ പറയുന്നു. സീക്രട്ട് റൂമിലാക്കിയാൽ മതിയായിരുന്നു. ജിസേൽ ഒരു നല്ല കണ്ടന്റ് മേക്കറായിരുന്നു. സാബുമാനെ വോട്ട് കൊടുക്കുന്നത് ആരാ? സാബുമാനെ വോട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ PR. കഷ്ടം, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു സീസൺ ഇടയിൽ ഒരു രക്ഷയില്ല. എവിക്റ്റഡ് മലയാളീസ് നെവർ accept the bed sharing with opposite gender, baby. You deserve better. Lots of love from the bottom of heart. I will miss you. അന്നമ്മ മറിയം പുള്ളിക്കാരത്തിട്ട് പോസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഇവൾ അവിടെ എന്താ കാര്യമായിട്ട് ചെയ്തത്? ക്യൂട്ട്നെസ് വിതരണം നോക്കിയതല്ലാതെ. പിന്നെ ഈ സീസൺ കൊണ്ടുപോകുന്നത് പൊട്ടന്മാർ ആണോ?
നല്ല പ്ലേയേഴ്സിനെല്ലാം വാരി കളഞ്ഞിട്ട് നോക്കുകുത്തിയവർ അവിടെ നിർത്തിയിരിക്കുന്നു. സത്യമാണല്ലോ, സത്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അൺഫെയർ എവിക്ഷൻ തന്നെയാണ്. അവരോട് അസൂയയും അന്ധമായ ഹേറ്റും ഉള്ളവർക്ക് മാത്രമേ ഈ എവിക്ഷൻ ശരിയായി തോന്നുള്ളൂ. ഇറ്റ്സ് ആൾ ബിക്കോസ് ഓഫ് മണ്ടൻ അനീഷ് ഫാൻസ്. ആദിലെ ഔട്ടാക്കാൻ സനുമോന് വോട്ട് കൊടുക്കൂ ക്യാമ്പയിൻ, അങ്ങനെ ജിസൈലിന് ആരും കൊടുത്തില്ല. ഈ അനീഷിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഞാനെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്, നാളെ അവധി, മറ്റന്നാൾ ഭക്ഷണം, നാഷണൽ ഹോളിഡേ, 3-ാം നാൾ ഭാരത് ബന്ദ്. ഇതൊക്കെയാണ് സീരിയസ്ലി. അപ്പോൾ ഇവളെ കൊണ്ട് വോട്ട് കുറവുള്ള ബിന്നിയൊക്കെ, ഇവളെക്കാൾ വോട്ട് കുറവുള്ള ബിന്നിയൊക്കെ അവിടെ നിൽക്കുന്നു. അത് ബിന്നിയുടെ ഹസ്ബൻഡൊക്കെ ഇല്ല അവിടെ നിന്നത്. എന്തൊക്കെയോ നടക്കുന്നു. എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഇതിപ്പം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ നമ്മളിത് കൂടുതൽ വർത്തമാനം ചർച്ച ചെയ്യുന്ന നടത്തിയാൽ ഞാൻ ഇനി കറക്റ്റായിട്ട് ഇതിനകത്ത് ഒരു എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. ഈ സീസൺ മുൻകാല സീസണുകൾ അപേക്ഷിച്ചിട്ട് നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഈ സീസൺ പോകുന്നു. പൊതുവിൽ തന്നെ ഇത് കാണുന്ന ഒരു BB ആസ്വാദകൻ പോലും ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം പൊതുവെ എല്ലായിടത്തും വിമർശനാത്മകമായിട്ട് ഉയർത്തുന്നു. ഇതിൻ്റെ നമ്മുടെ ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞ സെർജിയോയോ എന്തോ, ആ പുള്ളിക്കാരൻ നമ്മുടെ എന്താണ് ഈ മറ്റേ ഇതുകൊണ്ട് ടാലൻറ്റ് ഷോ ഉണ്ടല്ലോ, അതായത് മറ്റേ മ്യൂസിക്കൽ റിയാലിറ്റി ഷോസൊക്കെ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് വന്ന് ചെയ്ത് എന്താണ് മാറ്റം കൊണ്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് എവിടെയെങ്കിലും എനിക്കങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പുള്ളി ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കുന്നു, പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പക്ഷേ ഈ സീസണിൻ്റെ അകത്ത് പ്രകടമായിട്ട് നിൽക്കുന്നത് കുറേ അധികം നല്ല കണ്ടസ്റ്റൻസിനെ, അവിടെ നന്നായിട്ട് കളിച്ച് നിന്ന ആൾക്കാരെയൊക്കെ തുടക്കത്തിൻ്റെ ആ സമയം മുതൽ തന്നെ പുറത്താക്കി. അഥവാ നല്ല ഗെയിം, അഥവാ നല്ല രീതിയിൽ വരാൻ സാധ്യത ഉള്ളതും ആ BBയുടെ ആ ഒരു WWE എങ്ങനെയാണ് അറിയാമല്ലോ. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ചില സംഭവങ്ങളുണ്ട്, എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റും കൂടെ കോർത്തിണക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരെല്ലാം ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുത്തു. ചിലതൊക്കെ നല്ലതാണ്, ചില ആൾക്കാരൊക്കെ പുറത്തോട്ട് നല്ലതാണ്. എന്നാൽ മെജോറിറ്റി ഇപ്പോൾ പോയിരിക്കുന്ന എവിക്ഷൻ്റെ അകത്ത് ഒരു 50% എവിക്ഷനും സത്യം പറഞ്ഞാൽ അൺഫെയർ എന്നല്ല, എന്തോ പറയാനാ. അതിനകത്ത് രേണുസുതി വാക്കൗട്ട് നടത്തി നേരത്തെ രക്ഷപ്പെട്ടു. രേണുസുതിയാണ് പുലി. രേണുസുതി അവിടെ നിന്ന് വാക്കൗട്ട് നടത്തി. അവർ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന നെഗറ്റീവിൻ്റെ ഏറെക്കുറെ അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വാക്കൗട്ട് നടത്തിയപ്പോൾ തന്നെ അത് മാറി. അവരിപ്പോൾ അവിടെ ദുബായിലൊക്കെ പോയിട്ട് ക്യാമറ ഡാൻസ് കളിക്കുന്നതെന്നോ അടുത്തതൊക്കെയാണ് അവരെ പുറകെ നടന്നുകൊണ്ട് വീണ്ടും നടക്കുന്നുണ്ട്. ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അത് രേണുസുതിയുടെ സംഭവം ഒരു കോണ്ടന്റാണ്, അത് വേറെ കാര്യം. അത് അങ്ങനെ അല്ലാതെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അകത്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ, സാബുമാൻ അവിടെ നിൽക്കുന്ന എന്താ, ബിന്നി എന്നുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ പറയൂ. ആകെ അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ആദില എന്ന് പറഞ്ഞ നല്ല ഗെയിമേഴ്സാണ്. പിന്നെ അക്ബർ കുഴപ്പമില്ല, ഷാനവാസ് കുഴപ്പമില്ല, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ കളിക്കുന്ന ആൾക്കാരാരാ? ഇതെന്തോ ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. സീസൺ എന്തോ ഒരു സംഭവം, സംതിങ് ഒരു ഫിഷി ആയിട്ട് എനിക്കിപ്പം കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തോ ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ ഒരു സംതിങ് ഇതിനകത്ത് കുത്തി നിറച്ചതുപോലെ, ചില കളികൾ, ചില ഡ്രാമ ഇതിനകത്തുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണണം എന്തൊക്കെയാണെന്നുള്ള കാര്യം. അവസാനം ഡിസേർവ്ഡ് അല്ലാത്ത ആരെങ്കിലും ഈ കപ്പിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങളങ്ങ് ഉറപ്പിച്ചാൽ മതി, ഇത് ഒരിക്കലും അത് അർഹതപ്പെട്ട കൈകളിലേക്കല്ലല്ലോ എത്തിയത്, അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറകിൽ എന്തോ കളിയുണ്ട് എന്നുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മളൊന്നും ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ കോണ്ടെക്സ്റ്റിലേ ഇല്ല. ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നില്ല, ബിഗ് ബോസിൻ്റെ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. മടുപ്പെന്ന് പറഞ്ഞാൽ അജാതി മടുപ്പാണ്. ഈ എപ്പിസോഡുകൾ കാണാനോ അതിൻ്റെ ലൈവ് കാണാനോ ഒന്നും താല്പര്യമേ തോന്നാറില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കുഴപ്പമാണോ എന്നൊരു ഡൗട്ടുണ്ട്. സോ നമ്മളില്ലെങ്കിൽ എന്താ, ഈ സംഭവം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കാണിക്കുന്നത് പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇതൊക്കെ കാണിക്കുമ്പോൾ എന്തായാലും ജിസൈൽ നിങ്ങൾ നന്നായിട്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു, നിങ്ങൾ നന്നായിട്ട് കളിച്ചു, നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ കേരളത്തിൽ വന്ന് മലയാളികളുടെ ഇവിടെ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഷോയിൽ നിന്ന് നിങ്ങൾക്ക് സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ സ്കെയിൽ കൂട്ടുകയതല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അടി ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൗഡാണ് നിങ്ങൾ ഈ ഒരു സീസണിൽ വന്ന് നിങ്ങൾ ഇതിനകത്ത് പോയാലും മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാനും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും അതൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതൊക്കെ സത്യമല്ല എങ്കിൽ അത് അപ്പം കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ സുഹൃത്തുക്കളെ. നല്ല ഗെയിമർ ആരാണ്, ഒട്ടും അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന കണ്ടസ്റ്റൻ്റ് ആരാണ്? നിങ്ങൾ അനിമോൾ ഫാനാണോ? അനിമോൾ ഫാനാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാവരും നിങ്ങൾക്കും പറയാമല്ലോ. നിങ്ങളിപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ് ഞാൻ അനിമോൾ ഫാനാണ്. അതുപോലെ നിങ്ങളും നിങ്ങൾ അനിമോൾ ഫാനാണ്. ഇപ്പോൾ ജിസേലിൻ്റെയും മറ്റുള്ള പല ആൾക്കാരുടെ എവിക്ഷനൊക്കെ നിങ്ങളങ്ങോട്ട് ഇത് കാണുന്നുണ്ടോ?
ഇനി അവസാനം അനുമോളെയും അവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടിയെടുത്ത് വിടുമോ എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. കാരണം BB ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്തോ ഒരു പരിപാടി ഒരു പുറകിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.